ഇപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ പ്രവീൺ, ഫോർട്ട് താലൂക്ക് ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യനാണ്. അപ്പോൾ നമ്മളിന്ന് എനിക്കിപ്പം ദർശനം 7 ടോപ്പിക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനകത്ത് വളരെ ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ തിയറി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എന്തൊക്കെ പർപ്പസിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ സ്കൂൾ ഹെൽത്ത് നഴ്സസായിട്ടും അതേപോലെ അംഗൻവാടിയിലെ കുട്ടികളെ സ്ക്രീൻ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ പോയിന്റിൽ. അല്ലാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ? അംഗൻവാടി ഇമ്മ്യൂണൈസേഷൻ. അപ്പോൾ നമ്മളൊരു കുഞ്ഞിനെ കണ്ടാൽ അതിന് പ്രിവെൻറ്റബിൾ കോസസ് ഓഫ് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് കറക്റ്റ് ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതൊരു പ്രിവെൻറ്റബിൾ കോസ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ മാഡം നേരത്തെ പറഞ്ഞ പോലെ ROP സ്ക്രീനിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ എയർലി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അതൊരു ഇറിവേഴ്സിബിൾ ചേഞ്ചസിലോട്ട് പലപ്പോഴും പോകും. അത് പല കാര്യങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതെല്ലാം നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇന്നിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് വൈറ്റമിൻ എ ഡെഫിഷ്യൻസീസിനെ പറ്റിയും അത് നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് നോർമലി കാണുന്നതെന്നുള്ളതും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നത്. അപ്പോൾ വൈറ്റമിൻ എ നമുക്കറിയാം. നമ്മൾ എത്ര ഡോസ് വൈറ്റമിൻ എ ആണ് നമ്മൾ സാധാരണ കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക്? 9 ആണോ 10 ആണോ? 9 10 ആണ്. ഓക്കെ, ശരിയാണ്. അപ്പോൾ എത്ര ഡോസിലാണ് നമ്മൾ കൊടുക്കുന്നത് സാധാരണ? നമ്മൾ ഫസ്റ്റ് ഡോസ് 1 വയസ്സിന് താഴെയുള്ളവർക്ക് 1 ലാഖും. അതെങ്ങനെ കൊടുക്കും? മെഷർ ചെയ്യും. ടേബിൾ സ്പൂൺ ആണോ? ടീസ്പൂൺ? ഓക്കെ. എന്തെങ്കിലും കാരണവശാൽ ഈ ഡോസ് കൂടിപ്പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചിലപ്പോൾ നമ്മൾ അറിയാതെ കുറച്ച് എന്ത് പറ്റും? വെരി ഗുഡ്. നമുക്ക് റേസ്ഡ് ഇൻട്രാക്രൈനിയൽ ടെൻഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡോസ് കൊടുക്കുന്നത് വളരെ, നിങ്ങൾ ഇമ്മ്യൂണൈസേഷൻ പോയിന്റിൽ പോകുന്നതുകൊണ്ട് അവിടെയുള്ള ചിലപ്പം നമുക്ക് ഇപ്പോഴുമൊക്കെ ആശാപ്രവർത്തകരൊക്കെ കൊടുക്കുമ്പം ഡോസ് കൂടിപ്പോയി എന്നുള്ള വാർത്തകളൊക്കെ നമുക്കിപ്പോൾ അറിയാം. സോഷ്യൽ മീഡിയയിൽ ഒരു ഇച്ചിരി ഡോസ് കൂടിയാൽ തന്നെ അത് വലിയ വാർത്തയായി, വലിയ പ്രശ്നങ്ങളായി. അപ്പം ശരിക്കും വൈറ്റമിൻ എ ഡോസ് കൂടുന്ന സിറ്റുവേഷൻസ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പം നമ്മുടെ ഇൻട്രാക്രൈനൽ പ്രഷർ കൂടുകയും കുഞ്ഞിന് വോമിറ്റിങ് വരും. ഒരു ദിവസത്തേക്ക് മിക്കവാറും അതിനെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഡോസ് കൂടാൻ പാടില്ല. അതിൻ്റെ കൂടെ വരുന്ന സ്പൂൺ തന്നെ ഉപയോഗിക്കണം. അത് ഈ പറഞ്ഞ ഡോസിൽ 1 വയസ്സിന് താഴെയാണെങ്കിൽ 1 ലാഖും 1 വയസ്സിന് മേളിലാണെങ്കിൽ 2 ലാഖ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നമ്മൾ പലപ്പോഴും വൈറ്റമിൻ എ വിഷനുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് പറയുന്നത്. മറ്റ് പിന്നെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമ്മുടെ ഈ എപ്പിത്തീലിയൽ ലൈനിങ്, സെല്ലുലാർ ഇൻറ്റഗ്രിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇമ്മ്യൂൺ കമ്പീറ്റൻസ്, ഗ്രോത്ത്, ഇതിനെല്ലാം തന്നെ വൈറ്റമിൻ എ ആവശ്യമാണ്. അതിന് നമുക്ക് അനിമൽ സോഴ്സസും പ്ലാന്റ് സോഴ്സസും ഒക്കെ ഉണ്ട്. നോർമൽ റെക്കമെൻഡ് ഡെയിലി അലവൻസ് എന്ന് പറയുന്നത് ഇൻഫൻസിന് 300 to 400 ആണ്, ചൈൽഡിന് 400 to 600 ആണ്, അഡോളസെന്റിന് 750 മൈക്രോഗ്രാം. അപ്പോൾ നമ്മൾ 6 മാസം കൂടുമ്പം ഈ വൈറ്റമിൻ എ സിറപ്പ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നോർമലി നമുക്ക് ഈ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു സിമ്പിൾ ചോദ്യം, കുറച്ച് പേരൊക്കെ എനിക്കൊന്ന് ഉറങ്ങുന്നെന്ന് തോന്നുന്നു, അതുകൊണ്ടൊന്ന് ഉണർത്താൻ വേണ്ടി ചോദിക്കാം. വൈറ്റമിൻ എയുടെ ബോട്ടിൽ പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വെച്ചേക്കാം? പറ. 1 month. തെറ്റായ പിന്നെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടോ? അപ്പം നമുക്ക് വൈറ്റമിനെ പൊട്ടിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട അതിനകത്ത് ഡേറ്റ് എഴുതി വെക്കണം. രണ്ടാമത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 8 വീക്സ് യൂസ് ചെയ്യാം. മനസ്സിലായോ? 8 വീക്സ് 8 ആഴ്ച. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കൊടുത്താലും ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ വൈറ്റമിൻ എ എടുക്കത്തില്ല. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്തൊക്കെ നമുക്കൊരു ഇമ്മ്യൂണൈസേഷൻ്റെ കാര്യത്തിലും വൈറ്റമിൻ സപ്ലിമെൻറ്റേഷൻ്റെ കാര്യത്തിലും ഒക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടായി. നമ്മളിപ്പോൾ അത് നികത്തി വരികയാണ്. അപ്പോൾ എന്നാലും എന്തെങ്കിലും കുട്ടിക്ക് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും ആദ്യത്തെ സ്റ്റേജിൽ അത് സബ് ക്ലിനിക്കൽ, നമുക്ക് ക്ലിനിക്കലി ഫീച്ചേഴ്സ് ഒന്നും കാണാതെ ഒരു ലെവലിലായിരിക്കാം. അതിനുശേഷം ഐ ചേഞ്ചസ് വരാം, സ്കിൻ ചേഞ്ചസ് വരാം, GI ഇഷ്യൂസ് വരാം. പിന്നെ ചില കണ്ടീഷൻസിൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി അഗ്രവേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മീസിൽസിൻ്റെ കാര്യത്തിൽ നമ്മൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി മീസിൽസിൻ്റെ കൂടെ എപ്പോഴും പറയാറുണ്ട്. മീസിൽസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ നമ്മൾ വൈറ്റമിൻ എ കൊടുക്കുമോ? ഞാൻ വെറുതെ ചോദിച്ചാൽ ശരിക്കും കൊടുക്കുമോ?
കൊടുക്കും, ശരിയാണ്. നമ്മൾ മീസിൽസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ യൂഷ്വലി 2 ദിവസം ആ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വൈറ്റമിൻ എ കൂടെ കൊടുക്കും. അതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മുടെ ഈ എപ്പിത്തീലിയൽ ലൈനിങ്, പിന്നെ മീസിൽസ് ന്യൂമോണിയ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും മീസിൽസിൻ്റെ റിക്കവറി ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ മീസിൽസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഒരു കാര്യം കൂടെ പറയാം. നമ്മളിപ്പം ശരിക്കും ആകെ മനുഷ്യരെ അഫക്റ്റ് ചെയ്യുന്ന ഒറ്റ ഡിസീസേ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. ഏതാണ്? സ്മോൾ പോക്സ്. രണ്ടാമത് നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്യാൻ നോക്കുന്ന ഏതാണ്? പോളിയോ. പക്ഷേ അത് നമുക്ക് പറ്റിയിട്ടില്ല അല്ലേ? പറ്റിയോ? നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിലും വേറെ നമ്മുടെ തൊട്ട അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ എപ്പോഴും പോളിയോ ഉണ്ട്. അതുകൂടാതെ നമ്മളിപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2023 ഇറാഡിക്കേഷൻ പ്ലാൻ ചെയ്യുന്ന 2 ഡിസീസസ് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? 2023 ഗോൾ വെച്ച് കഴിഞ്ഞ ദിവസം ഒരു പിന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ റിലീസൊക്കെ ഉണ്ടായിരുന്നു. അത് ഇതാണ്, മീസിൽസ് റുബെല്ല ആണ്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും 2 ഡോസ് മീസിൽസ് റുബെല്ല വാക്സിൻ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ പലപ്പോഴും നമുക്കൊരു ഈ ഒരു ഡിസീസ് എലിമിനേഷനിലോട്ട് നമ്മൾ പോകുമ്പം, നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അംഗൻവാടിയിലൊക്കെ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ നമുക്ക് പലപ്പോഴും മീസിൽസ് ആണോ എന്ന് സംശയമുള്ള പല കുഞ്ഞുങ്ങളെയും കാണാറുണ്ട് അല്ലേ? പനിയും ദേഹത്ത് റാഷുമായിട്ട് വരുന്നു. അപ്പോൾ നമ്മളത് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എവിടെ റിപ്പോർട്ട് ചെയ്യും? എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? PHCയിൽ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ മീസിൽസ് റുബെല്ല എലിമിനേഷൻ എന്നൊരു ഗോളിലോട്ട് നമ്മൾ പോകുമ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ സർവൈലൻസ് ആണ്. അപ്പോൾ നമുക്ക് പോളിയോയുടെ കാര്യത്തിൽ അറിയാം, പോളിയോ അല്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിലും ഒരു അക്യൂട്ട് ഫ്ലാസറ്റ് പാരാലിസിസ് വന്നാൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യണം, അതിൻ്റെ സാമ്പിൾ അയക്കണം. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ഫീവർ റാഷ് സർവൈലൻസ് എന്നൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പം ഏതെങ്കിലും കുഞ്ഞുങ്ങൾ, നിങ്ങൾ കാണുന്ന കുട്ടികൾക്ക് ഫീവർ വിത്ത് റാഷ് ഉണ്ടെങ്കിൽ, അതിന് മറ്റൊരു ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ MR സർവൈലൻസിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടിക്ക് നമ്മുടെ മെഡിക്കൽ ഓഫീസറെ കാണിച്ചിട്ട് ഒരു ത്രോട്ട് സ്വാബും അതേപോലെ തന്നെ ഒരു ബ്ലഡ് സാമ്പിളും MR സർവൈലൻസിൻ്റെ ഭാഗമായിട്ട് വിടണം. അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമ്മളൊരു ഡിസീസ് എലിമിനേഷനിലോട്ട് പോകുമ്പം നമ്മുടെ സർവൈലൻസ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്കത് എലിമിനേറ്റഡ് ആണ് എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ മീസിൽസ് നോൺ റുബെല്ല ഇതല്ലാത്ത കേസുകൾ പോലും നമുക്ക് മിനിമം 1,00,000 പോപ്പുലേഷന് 2 നമ്മൾ നോൺ മീസിൽസ് നോൺ റുബെല്ല റേറ്റ് എന്ന് പറയും. അപ്പം 1,00,000 പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അതിൽ 2 കേസ് ഒരു വർഷം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ അത് പലപ്പോഴും ഈ ചെറിയ പനി റാഷൊന്നും ചിലപ്പോൾ അത് ഹോസ്പിറ്റലിൽ എത്തണമെന്നില്ല. അപ്പോൾ നിങ്ങളായിരിക്കും ചിലപ്പോൾ അത് കാണുന്നത്. അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ പോയി കാണിക്കുകയും ഇങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് വേണം എന്നുള്ളൊരു പോയിന്റ് കൂടി നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. നമ്മുടെ 2023 മീസിൽസ് റുബെല്ല എലിമിനേഷനിലോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പിന്നെ വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയുടെ ഒരു സ്പെക്ട്രം ഓഫ് ഒരു കണ്ടീഷൻസ് നമ്മൾ പറയാറുണ്ട്. നമ്മൾ മൊത്തത്തിൽ അതിനെന്താ പറയുന്ന ഒരു പേര്? സിറോഫ്താൽമിയ എന്ന് പറയും. സിറോഫ്താൽമിയ എന്ന് പറയുന്ന ഒരു സ്പെക്ട്രം ഓഫ് ഡിസീസ് കോസ്ഡ് ബൈ സിവിയർ വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയാണ്. അതിന് കൺജങ്ക്റ്റിവൽ ഇൻവോൾവ്മെൻറ്റ് വരാം, കോർണിയൽ ഇൻവോൾവ്മെൻറ്റ് വരാം, സിവിയർ കേസസിൽ ഫണ്ടൽ ഇൻവോൾവ്മെൻറ്റ് വരാം, ഇതെല്ലാം വരാം. പക്ഷേ ഇതിൻ്റെ എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്താൽ ഇതെല്ലാം പ്രിവെൻറ്റബിൾ കോസസ് ആണ്. അപ്പോൾ ഇതിന് WHO ഒരു ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടുണ്ട് ഈ വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയുടെ സിവിയറിറ്റി അനുസരിച്ച്. അതിന് സിറോഫ്താൽമിയ എന്നുള്ളതിൻ്റെ എക്സും അതിൻ്റെ കൂടെ ഈ പറയുന്ന ആൽഫബറ്റ്സ്, പിന്നെ സിവിയറിറ്റി അനുസരിച്ച് 1, 2, 3 എന്നോ. അപ്പം നമ്മൾ ആദ്യം എപ്പോഴും വൈറ്റമിൻ എയുടെ കാര്യത്തിൽ പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു സ്റ്റേജിലോട്ട് പോവുകയാണെങ്കിൽ 1A എന്ന് പറയുന്നത് കൺജങ്ക്റ്റിവൽ സിറോസിസ് ആണ്. സിറോസിസ് എന്നുള്ള വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വെരി ഗുഡ്, ഡ്രൈനെസ് ആണ്. അപ്പം കൺജങ്ക്റ്റിവ ഡ്രൈ ആയി ഒന്ന് ചുളുങ്ങിയിരിക്കുന്നതിനാണ് നമ്മൾ ശരിക്കും കൺജങ്ക്റ്റിവൽ സിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സ്ക്രീൻ ചെയ്യുന്ന കൂട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ കണ്ണിൽ ഈ ഒരു ചുളിവ് കൺജങ്ക്റ്റിവയിൽ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അന്ന് അതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിക്കാം. അത് അടുത്ത ഒരു സ്റ്റേജിലോട്ട് പോകുമ്പോൾ എന്ത് പറ്റും? ഈ ചുളിവ് മാറി അല്ലെങ്കിൽ ഡ്രൈനെസ് മാറിയിട്ട് അവിടെ കുറച്ചൊരു എലിവേറ്റഡ് ഇതിലോട്ട് പോകും, ഒരു പാച്ച് പോലെ ആവും. അതിനാണ് നമ്മൾ ബൈറ്റോട്ട് സ്പോട്ട്, അത് നമ്മളെപ്പോഴും ബൈറ്റോട്ട് സ്പോട്ട്സ് എന്ന് പറയുന്നത്. അതെപ്പോഴും വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ട് നമ്മൾ പറയുന്നതാണ്. അതിനുശേഷം നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? അത് കോർണിയൽ സിറോസിസിലോട്ട് പോകും. കൺജങ്ക്റ്റിവൽ സിറോസിസ് മാറി കോർണിയയിലോട്ട് പോകും. കോർണിയയിലോട്ട് പോകുമ്പോൾ ബ്ലൈൻഡ്നെസ്സിലോട്ട് പോകാനുള്ള ചാൻസ് വീണ്ടും കൂടുതലാണ്. പിന്നെ അത് കോർണിയൽ അൾസറിലോട്ട് പോകും, പിന്നെ ഫണ്ടൽ ചേഞ്ചസിലോട്ട് പോകും, കോർണിയൽ സ്കാറിങ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. നമുക്ക് അതിൻ്റെ ഇത് നോക്കാം. നമുക്ക് ആദ്യം ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ് നിങ്ങൾ കാണുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അമ്മമാർ പറയും, ഈ ഒരു എന്താണ് ആദ്യത്തെ സ്റ്റേജ് പറയുന്നത്?
ഡാർക്ക് അഡാപ്റ്റേഷൻ ഡിലേഡ് ആവുന്നു. നമ്മളൊരു ഇരുട്ട് മുറിയിലോട്ട് കയറുമ്പോൾ നമുക്ക് തിരിച്ച് കാഴ്ച കിട്ടുന്ന ഒരു സ്റ്റേജ് താമസം വരുന്നു. അതാണ് നമുക്ക് ആദ്യം ഒരു വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയുടെ ഫീച്ചറായിട്ട് വരുന്നത്. അതിന് ശേഷമായിരിക്കും എന്താണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്സിലോട്ട് പോകുന്നത്. അവിടെ വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഈ കൺജങ്ക്റ്റിവൽ കോർണിയൽ ലീഷൻസിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ ഫോട്ടോഫോബിയ, അതായത് ലൈറ്റ് കണ്ണിലോട്ട് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ XN എന്നാണ് പറയുന്നത്, സിറോഫ്താൽമിയ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നുള്ള ഒരു സ്റ്റേജ്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു കൺജങ്ക്റ്റിവൽ സിറോസിസ്, കൺജങ്ക്റ്റിവയുടെ ഒരു ഡ്രൈനസ് ആണ് ആദ്യം ഉണ്ടാകുന്നത്. ഇതൊക്കെ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത്? നിങ്ങളിപ്പോൾ നോക്കിക്കൊണ്ട് ഒരു കുട്ടിയെ നോക്കുമ്പോൾ ഇതേപോലൊരു കൺജങ്ക്റ്റിവൽ സിറോസിസ് ഉണ്ടെന്ന് ഡൗട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ അവിടെ ഒരു PHCയിലോട്ട് റെഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ റെഫർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുമത്? എന്ത് ചെയ്യും? ഒന്നുമില്ല, വൈറ്റമിൻ എ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ആണല്ലോ നമ്മൾ കണ്ടുപിടിച്ചത്. വൈറ്റമിൻ എ നമ്മൾ നേരത്തെ പറഞ്ഞ ഏജ് അപ്രോപ്രിയേറ്റ് ഡോസ്, 1 വയസ്സിന് താഴെയാണെങ്കിൽ പിന്നെ 1 lakh യൂണിറ്റും, 1 വയസ്സ് കഴിഞ്ഞാണെങ്കിൽ 2 ലക്ഷം യൂണിറ്റും, അത് 2 കൺസിക്യൂട്ടീവ് ഡേയ്സ് കൊടുത്തിട്ട് നമ്മളൊരു 2 വീക്സ് കഴിഞ്ഞ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് യൂഷ്വലി വൈറ്റമിൻ എ ഡെഫിഷ്യൻസി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചും അത് കണ്ടുപിടിച്ചില്ല, നമ്മൾ മിസ്സായിപ്പോയി. അപ്പോൾ എന്ത് പറ്റും? അടുത്ത സ്റ്റേജിലോട്ട് പോകും. ഇതെന്താണ്? ഒരു സ്ലൈറ്റ്ലി എലിവേറ്റഡ് വൈറ്റ് പാച്ച് വരുന്ന അവിടെ, അതിനാണ് നമ്മൾ ബൈറ്റോട്ട് സ്പോട്ട് എന്ന് പറയുന്നത്. അതിന് പിന്നെ സിറോഫ്താൽമിയ 1B എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് പോകും. അപ്പോൾ അതിന് ബൾബാർ കൺജങ്ക്റ്റിവയുടെ ഒരു ടെമ്പറൽ സൈഡിൽ ആ ലിംബസിൻ്റെ അടുത്തായിട്ടാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അതിനാണ് ബൈറ്റോട്ട് സ്പോട്ട് എന്ന് പറയുന്നത്. ഇതും വേറൊരു ഇമേജാണ് ബൈറ്റോട്ട് സ്പോട്ട്സിൻ്റെ. ഈ ബൈറ്റോട്ട് സ്പോട്ട്സിൻ്റെ ഒരു ലെവലിലും നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. നമ്മൾ ഈ കുട്ടി അൺഡിറ്റക്റ്റഡ് ആയിട്ട് പോകുന്നു. അപ്പോൾ അടുത്ത സ്റ്റേജിലോട്ട് അത് പോകുന്നു, അത് X2 പോകും. അതാണ് നമ്മുടെ കോർണിയൽ സിറോസിസ് വരുന്നത്, കോർണിയൽ ഡ്രൈനസ് അല്ലെങ്കിൽ സിറോസിസിലോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒരു റിവേഴ്സിബിൾ കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ കോർണിയൽ അൾസറിലോട്ട് പോകുന്നു. അപ്പം കോർണിയൽ അൾസർ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. 1/3 ഓഫ് കോർണിയ ഇൻവോൾവ്മെൻറ്റും മോർ ദാൻ 1/3 ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന പേരാണ് എന്താണ്? കെരാട്ടോമലേഷ്യ എന്നുള്ള പേര് നമ്മൾ ഉപയോഗിക്കും. അവിടെ നമ്മൾ കുറച്ചുകൂടെ ഒരു കോർണിയൽ ഡാമേജ് ഉണ്ടാകുന്നു, അത് പൂർണ്ണമായിട്ട് ബ്ലൈൻഡ്നെസ്സിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെയുള്ള അത് റിക്കവർ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചിലപ്പോഴും വൈറ്റമിൻ എ കൊടുത്ത് കറക്റ്റ് ചെയ്താൽ പോലും അതിനൊരു ഇറിവേഴ്സിബിൾ കോർണിയൽ ഡാമേജ് ഉണ്ടാകാനുള്ള, കോർണിയൽ ഒപ്പാസിറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസ് അവിടെ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും വൈറ്റമിൻ. അപ്പോൾ ഇനി ഈ കാര്യം നമ്മൾ മറക്കത്തില്ലല്ലോ, കുട്ടികളെ നമ്മൾ സ്ക്രീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള കണ്ണ് നോക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ആ സമയത്ത് തന്നെ അതിനുള്ള കറക്ഷൻ ചെയ്യുന്നു. അപ്പോൾ അടുത്ത് നമുക്ക് പെട്ടെന്ന് വൈറ്റമിൻ ഡിയിലോട്ട് പോകാം. വൈറ്റമിൻ ഡിയുടെ പ്രത്യേകത എന്താണ്? പ്രധാനമായിട്ടും നമ്മൾ എന്താണ് നോക്കുന്നത്? അതെ, നമ്മൾ റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേഷ്യ ഒക്കെ എപ്പോഴും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ കാര്യത്തിൽ പറയും. അപ്പം ഈ റിക്കറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഡിസീസ് ഓഫ് ഗ്രോയിങ് ബോണാണ്. അതായത് നമ്മൾ വലിയ അഡൽട്സിനോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർക്ക് റിക്കറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ല. അപ്പോൾ ഏത് ഏജിലാണ് സാധാരണ റിക്കറ്റ്സ് കാണുന്നത് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട്? ന്യൂ ബോൺസിന് കാണാറുണ്ടോ? ഇല്ല. സാധാരണ ഒരു ഫാസ്റ്റ് ബോൺ ഗ്രോത്ത് വരുന്ന ഒരു സമയത്താണ്. അതായത് ഒരു 6 months to ഒരു 2 years ആണ് യൂഷ്വലി നമുക്ക് ഈ ഒരു റിക്കറ്റ്സ് കാണാറുള്ള സാധ്യത വളരെയധികം കൂടുതൽ. അതിൽ കോമണസ്റ്റ് ആയിട്ട് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ന്യൂട്രീഷണൽ റിക്കറ്റ്സ് ആണ് വരുന്നത്. അത് അല്ലാതെ ഒരുപാട് റീനൽ കോസസ്, ഇപ്പോൾ റീനൽ ഡിസീസുള്ള കുട്ടികൾക്ക് റിക്കറ്റ്സ് വരാം. അങ്ങനെ പല കാരണം കൊണ്ടും റിക്കറ്റ്സ് വരാം. അപ്പം ശരിക്കും ഇതെന്താണ് സംഭവിക്കുന്നത്? നമുക്ക് വൈറ്റമിൻ ഡി നമുക്കൊരു ഗ്രോത്ത് പ്ലേറ്റ് ഉണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ബോൺ വളരുന്ന സമയത്ത് ആ മെറ്റാഫൈസസിൻ്റെ അവിടെ ഒരു ഗ്രോത്ത് പ്ലേറ്റ് ഉണ്ട്. അവിടെയാണ് പുതിയ ബോൺ ഫോം ചെയ്ത് മിനറലൈസ് ചെയ്ത് വരുന്നത്. അപ്പം ശരിക്കും വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഈ ഒരു നോർമൽ മിനറലൈസേഷൻ നടക്കത്തില്ല. അപ്പം ഈ പുതിയതായിട്ടുണ്ടാകുന്ന ബോൺ സോഫ്റ്റ് ആയിരിക്കും. അപ്പം ഒരു വെയിറ്റ് ബെയർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ബോൺ സോഫ്റ്റ് ആണെങ്കിൽ എന്ത് പറ്റും? ഒന്ന്, അത് വൈഡൻ ചെയ്യും. അവിടെ ഒരു പിന്നെ നേരെ വളരേണ്ടതിന് പകരം അത് വൈഡൻ ചെയ്ത് ഹൊറിസോണ്ടലി വളരാൻ തുടങ്ങും. രണ്ട്, എന്ത് പറ്റും? അവിടെ വെയിറ്റ് ബെയറിങ് ഉണ്ടാകുമ്പം അത് വളയും, ബോയിങ് ഉണ്ടാവും. അത് ഏത് ഡയറക്ഷനിലും വളയാം അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. അപ്പം ഈ പറഞ്ഞ സോഫ്റ്റ് ബോൺസ് കാരണം ബോഡിയിൽ പല സ്ഥലത്തും, അതായത് നമ്മുടെ ഹെഡ് തൊട്ട് ട്രങ്ക് തൊട്ട് കാല് വരെ എല്ലാ ബോൺസിനെയും ഇത് അഫക്റ്റ് ചെയ്യാം. ബോൺസിനെ മാത്രമല്ല, മസിൽ വീക്ക്നെസ് കണ്ട് ഹൈപ്പോട്ടോണിയ, അങ്ങനെ പല പ്രശ്നങ്ങളും വരാം. എങ്കിലും പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന ഒരെണ്ണം ഈ ലാർജർ ഹെഡ് ആയിരിക്കും. അതേപോലെ ഫ്രോണ്ടൽ ബോസിങ് ഉണ്ടായിരിക്കും. പിന്നെ ക്രേനിയോ ടേബിസ് എന്നൊരു പദം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഈ ബോൺ സോഫ്റ്റ് ആയതുകൊണ്ട് അതിൽ ഞെക്കുമ്പോൾ ഒരു
പിങ് പോങ് ബോൾ സെൻസേഷൻ ഉണ്ടാകും. അതിനാണ് ക്രേനിയോ ടേബിസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ 1 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഒരു ആൻറ്റീരിയർ ഫോണ്ടനലിലെ ക്ലോസ് ചെയ്യുന്നത് വളരെയധികം ഡിലേഡ് ക്ലോഷർ ഉണ്ടാവാം. പിന്നെ സ്ക്വയർ ലൈക്ക് ഹെഡ് വരാം, ക്യാപ്പിഡ് ക്വാഡ്രാറ്റോ എന്നാണ് അത് പറയുന്നത്. പിന്നെ നമുക്ക് കാലിലോട്ട് വരുമ്പം എന്ത് പറയാം, ഒന്നുകിൽ ജനു വാരം എന്ന് പറയുന്നത് എന്താണ്, ഈ ടേം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താണ് വാരം എന്ന് പറയുമ്പോൾ അത് ബോയിങ് ആണ്, മനസ്സിലായില്ലേ? ബോ പോലെ പുറത്തോട്ട് വളഞ്ഞിരിക്കുന്നു. അടുത്ത രണ്ടാമത്തെ ടേം എന്ന് പറയുമ്പോൾ ആദ്യം നിൽക്കുന്ന കുട്ടിയുടേത് എന്താണ്, നോക്നിയാണ്, മനസ്സിലായില്ലേ? അത് ജനു വാൽഗോ ആണ്. അപ്പോൾ ഇത് രണ്ടും റിക്കറ്റ്സിനകത്ത് ഉണ്ടാവാം, ജനു വാരം നോക്നിയും ഉണ്ടാവാം. കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ജനു വാരം അല്ലെങ്കിൽ ബോയിങ്. അത് നോർമലി നമുക്കൊരു ഫിസിയോളജിക്കൽ ബോയിങ് 1 വയസ്സൊക്കെ ഉണ്ടാവും, 1 വയസ്സ് കഴിയുമ്പോൾ വരും. അതല്ലാതെ ഒരു അബ്നോർമൽ പത്തോളജിക്കൽ ബോയിങ് വരുന്നത് പ്രധാനമായിട്ടും റിക്കറ്റ്സിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈപ്പോട്ടോണിയ കാരണം അബ്ഡോമിനൽ പ്രൊട്രൂഷൻ ഉണ്ടാവാം, ഫ്രീക്വൻറ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവാം, ഫെയിലിയർ ടു ത്രൈവ്, ഡിലേ ഇൻ വാക്കിംഗ് വരാം, ഡിലേഡ് ഡെൻറ്റീഷൻ വരാം, പല്ല് വരാൻ താമസം വരാം, സ്പൈനിന് വളവ് വരാം, കൈഫോസിസോ സ്കോളിയോസിസോ വരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ വരുന്ന ട്രങ്കിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ചെസ്റ്റിലോട്ട് വരുമ്പോൾ നമ്മുടെ പിന്നെ ഈ കോസ്റ്റോകോൺട്രൽ ജംഗ്ഷൻസ് ഇത് കാരണം പ്രോമിനൻ്റ് ആവും, വൈഡൻ്റ് ആവും. അപ്പോൾ അവിടെ ഒരു ബീഡിങ് പോലെ കാണും. അതിനാണ് നമ്മൾ റാക്കറ്റിക് റോസറി എന്ന് ടിപ്പിക്കലായിട്ട് റിക്കറ്റ്സിൻ്റെ ഒരു ഫൈൻഡിങ് ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ഈ പിന്നെ ഇതിൻ്റെ ഒരു ബലക്കുറവ് കാരണം റിപ്സിൻ്റെ ഈ ഡയഫ്രം ഇൻസ്പിറേഷൻ്റെ സമയത്ത് പുള്ളി ചെയ്യുന്ന കാരണം ഇവിടെ ഒരു ഡിപ്രഷൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ ലോവർ റിബിൻ്റെ താഴെ. അതിനാണ് ഹാരിസൺ സൾക്കസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു പീജിയൻ ചെസ്റ്റ് ഡിഫോമിറ്റിയും വരാം ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിൽ, വീക്കെൻഡ് റിബ്സ് ഉള്ളത് കാരണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നോർമലി വരുന്ന ചേഞ്ചസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഗ്രോത്ത് പ്ലേറ്റിൻ്റെ അവിടെ ഒരു വൈഡനിങ് ഉണ്ടാകുന്നുണ്ട്, റിസ്റ്റ് വൈഡൻഡ് ആവും. അതേപോലെ തന്നെ കാലിൽ വരുമ്പം ആംഗിൾ ജോയിൻറ്റിൻ്റെ അവിടെയും വൈഡനിങ് വരാം. അപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. വൈഡനിങ് റിസ്റ്റ് ആംഗിൾ ജോയിൻസ് ഉണ്ടോ, ചെസ്റ്റ് നോക്കുമ്പോൾ ഇതേപോലുള്ള അപ്പോൾ അത് നമ്മുടെ ഈ പറയുന്ന ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസികൾ. അപ്പോൾ ഇതിൻ്റെയും ഒരു പ്രധാനപ്പെട്ട നമ്മൾ നോക്കാനുള്ള കാരണം എന്താണ്, നമ്മൾ ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഇത് സിവിയർ രൂപത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റമിൻ എയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് പ്രിവെൻറ്റബിൾ ആണിത്, ഈസിലി ട്രീറ്റബിൾ ആണ്. പലപ്പോഴും ഈ വൈറ്റമിൻ എയേക്കാൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കുറച്ചുകൂടെ ഒരു കപ്പിങ്ങും ഫ്രൈയിങ്ങും വൈഡനിങ്ങും ഒക്കെ ഉണ്ടായാൽ പോലും നമ്മൾ ഈ റിക്കറ്റ്സ് ഡയഗ്നോസ് ചെയ്ത് പ്രോപ്പറായിട്ട് വൈറ്റമിൻ ഡി കൊടുത്ത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിവേഴ്സിബിളുമാണ്. ഇതെല്ലാം ഈ ചേഞ്ചസ് എല്ലാം തിരിച്ച് മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി? എത്ര വൈറ്റമിൻ ഡി കൊടുക്കും അറിയാമോ? അത് നമ്മൾ റുട്ടീൻ സപ്ലിമെൻറ്റേഷനാണ് 400 യൂണിറ്റ്സ് നമ്മൾ പെർ ഡേ ന്യൂ ബോണിന് 1 വയസ്സ് വരെ കൊടുക്കുന്നത്. ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ 6 lakhs യൂണിറ്റ് വെച്ചിട്ടാണ്. 6 lakh യൂണിറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്ത് 10 days ആയിട്ടോ അല്ലെങ്കിൽ വീക്കിലി 60,000 യൂണിറ്റിൻ്റെ സാഷയൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ വീക്കിലി 60,000 ഫോർ 10 weeks കൊടുക്കാം. അതല്ലെങ്കിൽ ഒരുമിച്ച് പണ്ട് നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെയൊക്കെ നമ്മൾ സ്റ്റോസ് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് വൈറ്റമിൻ ഡി 6 lakhs യൂണിറ്റ് ഒരുമിച്ച് കൊടുക്കാം. ഇപ്പോൾ അത് കുറച്ചുകൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ. എന്തായാലും 6 lakh യൂണിറ്റാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഇതിനായിട്ട് കൊടുക്കുന്നത്. അടുത്തതിലോട്ട് പോകാൻ നമുക്ക് നമ്മുടെ വൈറ്റമിൻ ബി ഗ്രൂപ്പ് നമുക്കറിയാവുന്ന പോലെ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. B1, തൈമിൻ, റൈബോഫ്ലേവിൻ, നിയാസിൻ. അതിൽ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ തൈമിൻ്റെ കാര്യത്തിൽ യൂഷ്വലി തൈമിൻ ഡെഫിഷ്യൻസി അങ്ങനെ ഈ നമ്മൾ പെട്ടെന്ന് കാണാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ക്രീനിങ്ങിനകത്തൊന്നും പലപ്പോഴും തൈമിൻ അങ്ങനെ സാധാരണ എല്ലാ ഫുഡിലുമൊക്കെ ഉള്ള സാധനം ആയതുകൊണ്ടും നമ്മുടെ പല ഫുഡുകളും ഫോർട്ടിഫൈഡ് ആയതുകൊണ്ടും നമ്മൾ തൈമിൻ ഡെഫിഷ്യൻസി ആസച്ച് കാണാറില്ല. പക്ഷേ അത് ബെറി എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസ് ആണ് ഉണ്ടാകുന്നത് അതിന്. പിന്നെ അഡൽസിലാണെങ്കിൽ ഈ വെർണിക്സ് എൻസെഫലോപ്പതിയും കോഴ്സാക്കോഫ് സൈക്കോസിസ് ഒക്കെ തൈമിൻ ഡെഫിഷ്യൻസിലുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻറ്റ് റൈബോഫ്ലേവിൻ അല്ലെങ്കിൽ B2 ആണ്. അപ്പോൾ അതിന് ഈ പറയുന്ന സ്കിൻ, ഐ, നെർവ് സിസ്റ്റത്തിൻ്റെയൊക്കെ എക്ടോഡെർമൽ ഫംഗ്ഷനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് റൈബോഫ്ലേവിൻ അല്ലെങ്കിൽ B2. അതേപോലെ തന്നെ റെറ്റിനയുടെ ഫംഗ്ഷൻസിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. പല നമ്മുടെ ബോഡിയിലുള്ള പ്രോസസ്സിനും കോഎൻസൈമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പം B2ൻ്റെ ഡെഫിഷ്യൻസിയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? നമ്മൾ പ്രധാനമായിട്ടും B കോംപ്ലക്സ് ഒക്കെ ഇത് കാണുമ്പോൾ കൊടുക്കാറുണ്ട്. നിങ്ങളുടെ സ്ക്രീനിങ്ങിന് നിങ്ങൾ കാണാറുണ്ട്. എന്താണ്? വെരി ഗുഡ്. അപ്പം നമ്മുടെ കൂടുതലായിട്ടും ഓറൽ ഫേഷ്യൽ ലീഷൻസ് ആയിരിക്കും ആദ്യം കാണുന്നത്. അതിൽ തന്നെ ഈ ഒരു ആംഗുലർ സ്റ്റൊമറ്റൈറ്റിസ്, അതായത് ഈ മൗത്തിൻ്റെ ആംഗിൾസ് ഇവിടെ എല്ലാം ഇൻഫ്ലെയിംഡ് ആയിട്ട് പൊട്ടാൻ തുടങ്ങും.
അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ടങ് ഇൻഫ്ലെയിംഡ് ആയിരിക്കും, നമ്മുടെ നാക്ക് വളരെ ചുമന്ന് ഇൻഫ്ലെയിംഡ് ആയിട്ടിരിക്കും, അതിന് നമ്മൾ ഗ്ലോസൈറ്റിസ് എന്ന് പറയും. അതേപോലെ തന്നെ ലിപ്പിൽ സ്വെല്ലിങ്ങും പിഷേഴ്സും ഒക്കെ ഉണ്ടാകുന്ന കീലോസിസ്. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന, വളരെ നേരത്തെ കണ്ടുപിടിച്ച് ബി കോംപ്ലക്സ് അല്ലെങ്കിൽ വൈറ്റമിൻ ബി കൊടുത്ത് റൈബോഫ്ലേവിൻ കൊടുത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന റൈബോഫ്ലേവിൻ ഡെഫിഷ്യൻസിയുടെ ഫീച്ചേഴ്സാണിത്. അതേപോലെ തന്നെ സാധാരണ നമ്മൾ കാണാത്ത എന്നാൽ വൈറ്റമിൻ ഈ റൈബോഫ്ലേവിൻ്റെ ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു സംഭവമാണ് ഈ വാസ്കുലറൈസേഷൻ ഓഫ് കോർണിയ. കോർണിയയിലോട്ടുള്ള ഒരു ബ്ലഡ് വെസൽസ് ഉണ്ടാകുന്ന നിയോ വാസ്കുലറൈസേഷൻ, അല്ലെങ്കിൽ കോർണിയയിൽ നമ്മൾ സാധാരണ ബ്ലഡ് വെസൽസ് കാണത്തില്ലല്ലോ, അപ്പം കോർണിയയിലോട്ട് വാസ്കുലറൈസേഷൻ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ഇതിൻ്റെ ഒരു ഈ റൈബോഫ്ലേവിൻ ഡെഫിഷ്യൻസിയുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ പെട്ടെന്ന് നമുക്കത് കണ്ടുപിടിക്കാനും അത് വളരെ റെയറായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ സ്ക്രീനിങ് ചെക്ക് ലിസ്റ്റിൽ അത് പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ ഫോട്ടോഫോബിയ ഉണ്ടാവാം. പിന്നെ അടുത്ത വൈറ്റമിൻ B3 നിയാസിൻ ഡെഫിഷ്യൻസി. അത് നമ്മൾ പെലാഗ്ര എന്നൊക്കെ പണ്ട് സ്കൂൾ തൊട്ടേ പഠിച്ചിട്ടുണ്ട്, നിയാസിൻ B3 ഡെഫിഷ്യൻസി. അതിൻ്റെ നമ്മൾ സാധാരണ അതിൻ്റെ ഒരു ഇൻസിഡൻസും ഇതൊക്കെ കണ്ടുവരുന്നത് വളരെ കുറവാണ്. അതിൽ ഡെർമറ്റൈറ്റിസും ഡെമൻഷ്യയും ഡയറിയയും അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഡെത്തിലോട്ട് പോകാം. ഈ ഒരു രൂപത്തിലുള്ള ഡെർമറ്റൈറ്റിസ് ആണ് നമ്മൾ യൂഷ്വലി ഇതിനകത്ത് കാണുന്നത്. അതിനകത്ത് നിങ്ങളുടെ സ്ക്രീനിങ്ങിനകത്ത് ഈ നിയാസിൻ ഡെഫിഷ്യൻസിയുടേതായിട്ടൊരു മാലാർ സൂപ്ര ഓർബിറ്റൽ പിഗ്മെൻറ്റേഷനും അതങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു ബി കോംപ്ലക്സ് കൊടുത്താൽ, ഇത് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്താൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം പ്രധാനപ്പെട്ട വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ അടുത്ത ഒരു ടോപ്പിക്കിലോട്ട് പോവാം. RAD എന്താണ്? RAD എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് എയർവേ ഡിസീസ്. അപ്പോൾ അതും ആസ്മയും സെയിം തന്നെയാണോ? എന്താ വ്യത്യാസം? ആസ്മ പറഞ്ഞോ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ആ ആ വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ആരെങ്കിലും? ഏതാ? ആസ്മ. അത് ഏകദേശം ശരിയാണ്. കാര്യം നമുക്ക് ആസ്മ എന്നൊരു പൂർണ്ണമായ ഡയഗ്നോസിസിൽ എത്താൻ പറ്റാത്ത സിറ്റുവേഷൻസിലും, അതായത് ആസ്മ അലർജി, ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് അലർജി ഉണ്ട്, കുഞ്ഞിന് റെക്കറൻറ്റ് കോഫ് ഉണ്ട്, വീസിങ് ഉണ്ട്, പക്ഷേ ഒരു 5 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണ്. നമ്മൾ 5 വയസ്സിന് താഴെയൊന്നും പലപ്പോഴും ആസ്മ എന്നൊരു ലേബൽ ചെയ്യാറില്ല. പക്ഷേ അത് നമുക്കറിയാം, പലപ്പോഴും ഈ കുട്ടി ഒരു 90% ബ്രോങ്കിയൽ ആസ്മ, പീഡിയാട്രിക് ആസ്മയിലോട്ട് പോകും. പക്ഷേ നമ്മൾ ലെസ് ദാൻ 5 ഇയേഴ്സ് ഒക്കെ നോർമലി ആസ്മ എന്ന് ലേബൽ ചെയ്യുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അത് പലപ്പോഴും ഈ കുട്ടികൾ ഈ അണ്ടർ 5 വീസേഴ്സ് ഒരു 5 ഇയേഴ്സോ 6 ഇയേഴ്സ് ആകുമ്പോൾ ഔട്ട്ഗ്രോ ചെയ്യും. ഔട്ട്ഗ്രോ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നോർമലി അങ്ങ് മാറും. അവർക്ക് 5 വയസ്സിന് താഴെ ഈ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകും. നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങൾ കാണും, ഓരോ പ്രാവശ്യവും ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, പനിയും ചുമയും വരുന്ന കഴിയുമ്പം നെബുലൈസ് ചെയ്യേണ്ടി വരാറുണ്ട്, ശ്വാസം മുട്ടൽ ചെറുതായിട്ട് വരാറുണ്ട്. പക്ഷേ അവർക്ക് ശരിക്കും ആസ്മയാണോ എന്ന് ചോദിച്ചാൽ ആസ്മയല്ല. പക്ഷേ ഓരോ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരുമ്പോഴും അവർക്ക് വീസ് വരുന്നു, നെബുലൈസ് ചെയ്യേണ്ടി വരുന്നു, അവർ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നു. അവർക്കൊരു സീസണൽ വേരിയേഷൻസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ക്രോണിസിറ്റിയോ ഒന്നും പലപ്പോഴും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊരു യങ് ഏജിൽ ഈ ഒരു റിയാക്റ്റീവ് എയർവേ ഡിസീസ് എന്നുള്ള ടേം യൂസ് ചെയ്യും. നമ്മൾ അണ്ടർ 5 വീസ് എന്നുള്ള ടേമും യൂസ് ചെയ്യാറുണ്ട്. അപ്പം ബേസിക്കലി ഇതൊരു ആസ്മയുടെ തുടക്കം തന്നെയാണെന്ന് പറയാം. അപ്പം നിങ്ങളുടെ അതിനകത്ത് നിങ്ങളുടെ ആ സ്ക്രീനിങ് ചെക്ക് ലിസ്റ്റിൽ പ്രധാനമായിട്ടും അതിനകത്ത് വീസിങ് മോർ ദാൻ, നിങ്ങളത് വായിച്ചിട്ടുള്ളതല്ലേ എല്ലാവരും? എന്താ പറയുന്നത്? മോർ ദാൻ 3 times ഓഫ് വീസ് ഇൻ എ ഇയർ ആണ് നമ്മൾ അതിനകത്തൊരു സ്ക്രീനിങ്. പക്ഷേ അതിനകത്ത് എനിക്ക് സജഷൻ ഉള്ളതും പിന്നെ ദർശന, അത് ബേസിക്കലി പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇതാണോ സ്ക്രീനിങ് ചെക്ക് ലിസ്റ്റാണ്. ബേസിക്കലി നമുക്ക് അതിനകത്തുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ഈ വീസ് മാത്രമായിട്ട് വരണമെന്നില്ല, കോഫ് മാത്രമായിട്ടും ചുമ മാത്രമായിട്ടും സീസണലായിട്ടുള്ള ചുമ മാത്രമായിട്ടും ഈ ആസ്മ അല്ലെങ്കിൽ റിയാക്റ്റീവ് എയർവേ ഡിസീസ് വരാം. അപ്പം ഒരു പെർസിസ്റ്റൻ്റ് കോഫ്, പ്രധാനമായിട്ടും നോക്ടേണൽ കോഫ് എന്ന് വെച്ചാൽ രാത്രി മാത്രമുള്ള ചുമ, രാത്രി ചുമച്ച് എഴുന്നേറ്റിരിക്കുന്നു, ബാക്കി പകൽ വലിയ പ്രശ്നമില്ല, അല്ലെങ്കിൽ സീസണലായിട്ടുള്ള ചുമ വരുന്നു. അപ്പോൾ അതും ഈ പറയുന്ന റിയാക്റ്റീവ് എയർവേ ഡിസീസോ അല്ലെങ്കിൽ കുറച്ച് വലുതാകുമ്പോൾ അതൊരു ആസ്മയുടെ ഡയഗ്നോസിസ് ആവാം. അപ്പോൾ നമ്മൾ വീസ് മാത്രം ആസ്മയുടെ ആണെന്ന് വിചാരിക്കരുത്. വീസ് അല്ലാതെയും ഈ ചുമ മാത്രമായ ചുമയ്ക്ക് പല കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ 2 weeks കൂടുതലുള്ള ചുമയാണെങ്കിൽ നമ്മൾ ടി ബിയുടെ സ്ക്രീൻ ചെയ്യേണ്ടി വരും, ബാക്കി കാരണങ്ങളൊക്കെ നോക്കേണ്ടി വരും. പക്ഷേ ഈ ബാക്കി കാരണങ്ങളൊന്നും ഇല്ല, ചുമ മാത്രമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അത് ആസ്മ അല്ലെങ്കിൽ റിയാക്റ്റീവ് എയർവേ ഡിസീസായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. അപ്പം ബേസിക്കലി ഇത് നമ്മുടെ ലങ്സിലുണ്ടാകുന്ന അലർജി തന്നെയാണ്. അപ്പം നമുക്ക് അതിനകത്ത് ഫാമിലി പേഴ്സണൽ ഹിസ്റ്ററി ഓഫ് അലർജി ഉണ്ടോ എന്ന് ചോദിക്കാം. ഇതാണ് നമുക്ക് ആസ്മയിൽ സാധാരണഗതി ഉണ്ടാകുന്നത്. നമ്മുടെ സാധാരണ എയർവേയിൽ
ഈ റിയാക്റ്റീവ് എയർവേ ഡിസീസ് എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ആ എയർവേ. ഇതാണ് നമ്മുടെ എയർവേ, നമ്മുടെ ബ്രോങ്കസ്. ഈ എയർവേ സാധാരണത്തിൽ കൂടുതൽ ഹൈപ്പർ റിയാക്ട് ചെയ്യുകയാണ്. എന്തെങ്കിലും ഒരു ട്രിഗർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് ഉണ്ടാകുമ്പം സാധാരണ ആൾക്കാരെക്കാൾ കൂടുതൽ ഈ കുട്ടികളുടെ അല്ലെങ്കിൽ ഈ ആൾക്കാരുടെ എയർവേ കൂടുതൽ റിയാക്ട് ചെയ്യുന്നു. അപ്പം ഇതുപോലെ നോർമലി വലുതായിരിക്കുന്ന ഒരു എയർവേ ചെറിയ ഒരു ട്രിഗർ ഉണ്ടാകുമ്പോഴേ അതിനകത്ത് ഒന്ന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു, നീരുണ്ടാകുന്നു, കൂടുതൽ മ്യൂക്കസ് സെക്രീഷൻ ഉണ്ടാകുന്നു, ആ എയർവേയുടെ ലൂമൻ ചുരുങ്ങുന്നു. അപ്പോഴാണ് നമുക്ക് ഈ വീസ് ഉണ്ടാകുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് പോകുമ്പം മൂന്നാമത് കാണുന്ന ഒരു ലെവലിലോട്ട് അത് പോകും. അപ്പോഴാണ് നമുക്ക് വലിയ വീസ്, ശ്വാസം മുട്ടലായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ എടുത്തുകൊണ്ട് പോകേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നത്. അപ്പോൾ സാധാരണ ഈ ആസ്മ അല്ലെങ്കിൽ റിയാക്റ്റീവ് എയർവേ ഡിസീസുള്ള കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ കൂടെ പലപ്പോഴും തുമ്മൽ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുമ്പം വലിയ സൗണ്ടാണെന്ന് പറയും, കൂർക്കം വലിക്കുന്ന സൗണ്ട്. അപ്പോൾ ഇതിൻ്റെ കോമോർബിഡിറ്റീസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം പലപ്പോഴും ഈ കോമോർബിഡിറ്റീസ് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്താൽ പോലും നമുക്ക് ഈ ആസ്മ അല്ലെങ്കിൽ റിയാക്റ്റീവ് എയർവേ ഡിസീസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഈ അലർജിയുടെ ഒരു ഭാഗം നമ്മൾ പറഞ്ഞ റിയാക്റ്റീവ് എയർവേ ഡിസീസ് എന്ന് പറയുമ്പോൾ ലങ്സിനുണ്ടാകുന്ന അലർജിയാണ്, ലങ്സിൻ്റെ ബ്രോങ്കസിനുണ്ടാകുന്ന അലർജിയാണ്. അതേപോലെ തന്നെ നമ്മുടെ നേസൽ പാസേജസിനുണ്ടാകുന്ന അലർജിക്ക് എന്താണ് പറയുന്നത്? അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും. അതേപോലെ തന്നെ മൂന്നാമത് ഏറ്റവും കൂടുതൽ അലർജി കാണുന്നത് എവിടാ? സ്കിന്നാണ്. നമുക്ക് അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ്, ഇതൊരു അലർജിക് മാർച്ച് എന്നൊക്കെ നമ്മൾ പറയും. ഒരു കുഞ്ഞിന് 1 വയസ്സിൽ സ്കിൻ അലർജി കാണും, ഇച്ചിരി വലുതാകുമ്പോൾ അവന് തുമ്മൽ, അലർജിക് റൈനൈറ്റിസ് ആവും, 5 വയസ്സ് കഴിയുമ്പോൾ ആസ്മയാവും. നമ്മൾ അതിന് അറ്റോപ്പിക് മാർച്ച് എന്നൊക്കെയുള്ള വാക്കുകളാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഫാമിലി ഹിസ്റ്ററി കൂടാതെ ഈ കോമോർബിഡിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ പലപ്പോഴും ചോദിക്കേണ്ടി വരും. അത് അലർജിക് റൈനൈറ്റിസിൻ്റെ സ്ഥിരമായിട്ടുള്ള തുമ്മൽ, രാവിലെയുള്ള തുമ്മൽ, നോസ് ബ്ലോക്ക്, അതേപോലെ തന്നെ ഈ ഒരു അഡിനോയിഡ് ഹൈപ്പർട്രോഫി യുടെ ഫീച്ചേഴ്സ്, അതാണ് ഞാൻ പറഞ്ഞ രാത്രിയുള്ള കൂർക്കം വലിയുടെ സൗണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുടെ ഫീച്ചേഴ്സാണ് കുഞ്ഞ് രാത്രി കൂർക്കം വലിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്നത്, നോസ് ബ്ലോക്ക് സ്ഥിരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ആസ്മയുടെ കോമോർബിഡിറ്റീസ് ആയിട്ട് ഉണ്ടാവാം. അതേപോലെ ഗ്യാസ്ട്രോഇസോഫാജിയൽ റിഫ്ലക്സ് ഉണ്ടാവാം, ഒബീസിറ്റി ഉണ്ടാവാം. പിന്നെ ഈ അലർജി ഉള്ള കുട്ടികളിൽ നമ്മൾ സാധാരണ ഫേസിലൊക്കെ കാണുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ സൈൻസ് ഉണ്ട്. അതിന് നമുക്കത് ചിലപ്പോൾ ആ കുട്ടിയെ കാണുമ്പോൾ ഈ കാര്യങ്ങൾ അറിയാമെങ്കിൽ അവരെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ അതിൽ അലർജിക് റൈനോസൈനസൈറ്റിസ് ഉള്ളവർക്ക് ഒന്ന് ഈ കണ്ണിന് ചുറ്റും ഒരു ഡാർക്ക് സർക്കിൾസ് കാണും, നമ്മളതിനെ അലർജിക് ഷൈനേഴ്സ് എന്ന് പറയും. പിന്നെ ഈ ലോവർ ഐലിഡ്, ഇൻഫീരിയർ ലിഡിൻ്റെ താഴെയുള്ള ക്രീസസ് കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയിരിക്കും. അതിന് ഡെനി മോർഗൻ ലൈൻസ് എന്നാണ് പറയുന്നത്. ആ രണ്ടാമത്തെ പടത്തിൽ കാണുന്ന കുട്ടിയുടെ താഴത്തെ പിന്നെ ലോവർ ഐലിഡിൻ്റെ താഴെ കണ്ടില്ലേ കുറച്ച് പ്രോമിനൻ്റ് ക്രീസസ്, ഇതെല്ലാം അലർജിയുള്ള കുട്ടികളിൽ കാണുന്ന ഫീച്ചേഴ്സാണ്. അതേപോലെ തന്നെ ഈ മൂക്ക് അവരെപ്പോഴും ഇങ്ങനെ മുകളിലോട്ട് പിന്നെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്നതാണ് ഈ അലർജിക് സല്യൂട്ട് എന്നാണ് നമ്മൾ എപ്പോഴും ആ കുട്ടി അത് ക്ലിയർ ചെയ്യുന്നതിന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ക്ലിയർ ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ പിടിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന മൂക്കിന് മുകളിലുണ്ടാകുന്ന ഒരു ക്രീസാണ് അലർജിക് ക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഈ സ്ഥിരമായിട്ട് അലർജി പ്രശ്നമുള്ള കുഞ്ഞുങ്ങളിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് പലപ്പോഴും ഈ വീസ്, അലർജിക് റൈനൈറ്റിസ് ഒക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കുഞ്ഞിന് അത് പലപ്പോഴും അവരുടെ ഉറക്കത്തെ പോലും അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിനെയോ അല്ലെങ്കിൽ പഠിത്തത്തെ എല്ലാ കാര്യങ്ങളെയും മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ഹെൽത്ത് ഒന്നും മാത്രമല്ല, അവൻ്റെ മെൻ്റൽ ഹെൽത്തും ആ ഫാമിലിയുടെ ഹെൽത്ത് പോലും. ഇപ്പം ഒരു കുഞ്ഞ് രാത്രി ഉറങ്ങാതെ ചുമച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? വീട്ടിലാർക്കും ഉറങ്ങാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ പലപ്പോഴും ഇതിൻ്റെ ട്രിഗേഴ്സ് എന്താണ്? ഇപ്പോൾ അലർജൻസ് ഉണ്ടാവാം, ഇറിറ്റൻസ് ഉണ്ടാവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതലായിട്ട് ഈ വൈറൽ ഇൻഫെക്ഷൻസ് ആണ് ഇത് ട്രിഗർ ചെയ്യുന്നത്. സ്മോക്ക് ആവാം, സ്ട്രോങ് ഓഡേഴ്സ് ആവാം. അപ്പം വീട്ടിൽ ടൊബാക്കോ സ്മോക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ അലർജി അല്ലെങ്കിൽ ആസ്മ ട്രിഗർ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ടൊബാക്കോ സ്മോക്ക്. അതുപോലെ തന്നെ ബാക്കി ഇപ്പം വീടുകളിൽ നമ്മുടെ അടുപ്പ് കത്തിക്കുന്ന സ്ഥലങ്ങൾ ഇപ്പം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിസ്ക് ഇപ്പം വളരെ കുറവാണ്. എങ്കിലും ഒറ്റപ്പെട്ട കേസുകളിൽ നമുക്ക് വീട്ടിലെ അടുപ്പിലുള്ള പുകയെന്നുള്ള പ്രശ്നം കൊണ്ട് ഇറിറ്റൻ്റായിട്ട് നമുക്ക് അലർജി കുട്ടികളിൽ ഉണ്ടാവാം. അതേപോലെ തന്നെ സ്ട്രോങ് ഓഡേഴ്സ്. പിന്നെ ചിലപ്പം ഈ മുറിയിൽ നമുക്ക് ഈ കൊതുക് തിരി കത്തിച്ച് വെക്കും. അത് വളരെയധികം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഈ റിയാക്റ്റീവ് എയർവേ ഡിസീസ് ഉള്ളവർക്ക് ഇത് ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ട്രിഗറാണ് ഈ നമ്മുടെ മോസ്കിറ്റോ കോയിൽ എന്നൊക്കെ പറയുന്നത്. അത് പലപ്പോഴും എന്താ ചെയ്യുന്നത്, വീടിൻ്റെ എല്ലാ ജനലും വാതിലും അടച്ചു വെച്ചിട്ട് കുഞ്ഞകത്തായിരിക്കും നമ്മൾ ഈ പുക കത്തിച്ച് വെക്കും. ഉറപ്പായിട്ടും ഇത് ചെറിയ ബുദ്ധിമുട്ടുള്ളവർക്ക് പോലും അത് പുക ഏറ്റ് കഴിഞ്ഞാൽ
കൂടുതലായിട്ടും അലർജിയും വീസും ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അലർജൻസ് നമുക്ക് ഡസ്റ്റുമായിട്ട് അറിയാം. കോക്രോച്ച് അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പിന്നെ നമുക്ക് അനിമൽസ് വീട്ടിനകത്ത് ഇൻഡോറായിട്ട് പട്ടി പൂച്ചയൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യരുത് എന്നുള്ളൊരു നിർദ്ദേശം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യം വളരെയധികം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും നമുക്കറിയാവുന്ന കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്ത്, കാര്യം ഈ ആസ്മയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഇൻഹേലേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇൻഹേലേഴ്സ് ചിലപ്പോഴും നമ്മുടെ ഇടയിലുള്ള ആൾക്കാർക്ക് പോലും ഇൻഹേലേഴ്സ് എന്ന് പറയുമ്പം അത് കുഴപ്പമുള്ളൊരു സാധനമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇൻഹേലർ നിങ്ങൾക്കിപ്പോൾ ഒരു സ്ഥിരമായിട്ട് ചുമ വരുന്നു, അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇൻഹേലർ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ പറയുന്നത് വേണ്ട, ഞാൻ മരുന്ന് കഴിച്ചോളാം കുറച്ച് നാൾ. ഏതാ നല്ലത്? അതിനകത്തൊരു സംശയവും വേണ്ട, ഇൻഹേലറാണ് നല്ലത്. എന്താണ്, നമ്മളിപ്പോൾ ഒരു വായിൽ കൂടെ ഒരു മരുന്ന് കഴിച്ചാലും ഒരു ഇഞ്ചക്ഷൻ എടുത്താലും നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഒരു 5% നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, ഏതാ ഉദ്ദേശിക്കുന്ന സ്ഥലം? നമ്മുടെ ബ്രോങ്കസ് ആണ്, ലങ്സിലാണ്, അവിടെ എത്തത്തുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്താണ് എത്തുന്നത്. അപ്പോൾ അതിന് പകരം ഈ വായിൽ കൂടെ കഴിക്കുന്നതിൻ്റെ മരുന്നിൻ്റെ ഒരു 50% മൈക്രോഗ്രാം ഡോസിൽ നേരിട്ട് നമ്മുടെ ബ്രോങ്കസിൽ എത്തിക്കുന്നതാണ് ഇൻഹേലർ. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ഇൻഹേലർ മാത്രം വെച്ച് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു സ്പേസർ എന്നൊരു ഡിവൈസും കൊണ്ട്, ഒരു ഹോൾഡിംഗ് ചേമ്പർ കൂടി അതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും ഞങ്ങളുടെയൊക്കെ ഒ പിയിൽ വരുന്ന കുട്ടികളുടെ അടുത്തും പേരൻസിൻ്റെ അടുത്ത് പറയുമ്പോൾ ഉള്ള പ്രശ്നം, അവർ ഈ ഇൻഹേലർ എന്ന് പറയുമ്പോൾ ഇതൊരു കുഴപ്പമുള്ള സാധനമാണ്, ഇത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നിർത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുള്ള പല തെറ്റിദ്ധാരണകളും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ വേണം അതൊക്കെ ഒന്ന് അവരെ പറഞ്ഞ്, ഇതാണ് ഇതിൻ്റെ ശരിക്കുമുള്ള ട്രീറ്റ്മെൻറ്റ്. പലപ്പോഴും ഒരാൾക്ക് തുടങ്ങി നിർത്താൻ പറ്റാത്തത് അത്രയും സിവിയർ ഡിസീസ് അവർക്കുള്ളതുകൊണ്ടാണ്. അതല്ലാതെ ഉപയോഗിച്ചില്ലെങ്കിൽ ഉള്ള പ്രശ്നം, അത് എന്നും ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടി വരും, അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പം ഒരു 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ 4 വയസ്സിൽ താഴെയാണെങ്കിൽ നമ്മൾ ഇൻഹേലറും സ്പേസറും അതിൻ്റെ കൂടെ ഒരു മാസ്കും കൂടെ വേണം. 4 വയസ്സിന് മുകളിലുള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് ഈ മാസ്ക് വേണ്ട, ഇൻഹേലറും സ്പേസർ ഇങ്ങനെ വായിൽ വെച്ചിട്ട് നമുക്ക് അത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് 2 തരമുണ്ട്. നമ്മൾ സാധാരണ ഈ ശ്വാസം മുട്ടലൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ലിവോളിൻ അല്ലെങ്കിൽ സാൽബ്യൂട്ടമോൾ വെച്ച് നമ്മൾ നെബുലൈസ് ചെയ്യുന്നു. അപ്പോൾ അതേ മരുന്നിൻ്റെ തന്നെ റിലീവേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ആശുപത്രി കൊണ്ടുപോയി നെബുലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. വീട്ടിൽ നമുക്കൊരു ഇൻഹേലറും സ്പേസറും, ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്കൂളിലാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് സ്കൂളിൽ ഒരു ഇൻഹേലറും ഒരു സ്പേസറും മാസ്കും കൂടെ കീപ്പ് ചെയ്യാം. അവിടെ ആസ്മയുള്ള കുറച്ച് കുട്ടികളുണ്ടെങ്കിൽ അത് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. ആശുപത്രി കൊണ്ടുപോയി നെബുലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. തുടക്ക സ്റ്റേജിൽ ഒരു വീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻഹേലറും സ്പേസറും സാൽബ്യൂട്ടമോളോ, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് സാൽബ്യൂട്ടമോൾ MDI മീറ്റർ ഡോസ് ഇൻഹേലേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്പേസറും കൂടെ വാങ്ങിച്ച് വെച്ചാൽ എപ്പോഴെങ്കിലും നമുക്ക് ഇപ്പം പേഴ്സണലി നമുക്ക് ആവശ്യം വന്നാൽ പോലും, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാൾക്ക് ശ്വാസം മുട്ടൽ വന്നാൽ പോലും ഇൻഹേലറും സ്പേസറും 4 വയസ്സിന് താഴെയാണെങ്കിൽ വിത്ത് മാസ്കും, 4 വയസ്സിന് മുകളിലാണെങ്കിൽ വിത്തൗട്ട് മാസ്കും നമുക്ക് ഈ നെബുലൈസ് ചെയ്യുന്ന മരുന്ന് തന്നെ ഈ MDI ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ രണ്ടാമത് നമുക്ക് ഈ പ്രിവെൻറ്റീവായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്, ഇൻഹേലേഴ്സ്, അതാണ് കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ നമുക്കിതുപോലെ ഇപ്പോൾ സാൽബ്യൂട്ടമോളോ ലിവോളിനോ ഒക്കെ ആണെങ്കിൽ ഒരു 2 to 6 പഫ് നമുക്ക് ഉപയോഗിക്കാം, ഒരു എക്സാസർബേഷൻ അല്ലെങ്കിൽ ഫ്ലെയർ അപ്പ് ഉണ്ടാവുകയാണെങ്കിൽ. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിട്ട് കൂടുതലായിട്ട് പോകുന്നില്ല. അപ്പോൾ അടുത്ത നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കൺവൾസീവ് ഡിസോർഡേഴ്സാണ്. കൺവൾസീവ് ഡിസോർഡേഴ്സ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അംഗൻവാടിയിൽ കുട്ടിക്ക് പനി കൂടി ഫിറ്റ്സ് ഉണ്ടായി, അതിനെന്താ പറയുന്നത്? അത് ഫെബ്രൈൽ സീഷറാണ്. അപ്പോൾ ഫെബ്രൈൽ സീഷറും പിന്നെന്തൊക്കെ തരം സീഷർ വരാം, കൺവൾഷൻ വരാം? അത് ടൈപ്പ് ഓഫ് കൺവൾഷനാണ്. നമുക്ക് ടോണിക്, ക്ലോണിക്, GTCS എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. ഇപ്പം അതിൻ്റെ ഒരു കോസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഈ ഫെബ്രൈൽ സീഷേഴ്സാണ്, പനി വന്നിട്ടുണ്ടാവുന്ന ഫിറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫെബ്രൈൽ സീഷേഴ്സ് യൂഷ്വലി ഒരു 6 മാസം തൊട്ട് ഒരു 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിൽ പനി വരുമ്പം ഉണ്ടാകുന്ന പല രീതിയിലുണ്ടാകും. ചിലപ്പോൾ അപ്രോളിങ് ഓഫ് ഐസ് മാത്രമേ കാണത്തുള്ളൂ, ചിലപ്പം ടോണിക് ക്ലോണിക് കൺവൾഷൻസ് ആയിട്ട് വരാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും സാധാരണഗതിയിൽ ഇതൊരു 1 to 2 മിനിറ്റ്സ് കൊണ്ട് തന്നെ സെറ്റിലാവും. പലപ്പോഴും വരുന്നത് നമ്മളിപ്പം സ്കൂളിൽ വെച്ചോ അല്ലെങ്കിൽ അംഗൻവാടി വെച്ചോ വീട്ടിലൊക്കെ വെച്ചും ഈ സീഷർ ഉണ്ടാകുമ്പം എല്ലാവരും നിലവിളിച്ചുകൊണ്ട് ഓടും, എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 99% ഓഫ് സീഷേഴ്സും ഒരു 3 മിനിറ്റ്സിനപ്പുറം പോവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾ അംഗൻവാടി ചെല്ലുന്നു, അവിടെ ഏറ്റവും കൂടുതലുള്ള ഏജ് ഗ്രൂപ്പ് ഏതാ ഫെബ്രൈൽ സീഷർ വരുന്നത്? 1 വയസ്സ് തൊട്ട് 1.5 വയസ്സിനിടയ്ക്കാണ് ഏറ്റവും കൂടുതൽ പനി വന്നാൽ സീഷർ വരാനുള്ള, കൺവൾഷൻ വരാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ. അപ്പോൾ 1.5 വയസ്സുള്ള ഒരു കുട്ടിയെ കാണുന്നു, അതിന് സീഷർ വരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കൊരു ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിൽ കുട്ടിയെ
ചരിച്ച് കിടത്തി അവരെ സമാധാനപ്പെടുത്താം. യൂഷ്വലി ഒരു 1 to 2 മിനിറ്റ്സിൽ അത് മാറും. അപ്പം പിന്നെ അതിനുശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. ഫസ്റ്റ് എപ്പിസോഡൊക്കെ ആണെങ്കിൽ അതിന് പേരൻറ്റിനെ ഒരു ഡോക്ടറെ കണ്ട് കൗൺസിൽ ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ പ്രിവെൻറ്റീവ് മെഡിസിൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. അപ്പം മിക്കവാറും ഇതൊരു ഫാമിലി ഹിസ്റ്ററിയൊക്കെ ഉള്ള ആൾക്കാരിലാണ് ഫെബ്രൽ സീഷർ കൂടുതലായിട്ട് കാണുന്നത്. പിന്നീട് അത് സീഷർ ഡിസോർഡറായിട്ട് മാറത്തില്ല. അതൊരു 6 വയസ്സ് വരെ വീണ്ടും പനി വരുമ്പോഴൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം ഇതിന് പ്രിവെൻറ്റീവായിട്ടുള്ള ഈ ക്ലോബാസാം എന്നൊക്കെ പറയുന്ന മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്താൽ നമുക്ക് പൂർണ്ണമായിട്ട് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ആരെങ്കിലും അത് ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടോ? ഇല്ല. അങ്ങനെ മരുന്ന് കഴിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രിവെൻറ്റീവായിട്ട് ഫെബ്രൽ സീഷർ വരുന്നത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ അടുത്ത് പറയേണ്ട കാര്യം, ഈ പ്രിവെൻറ്റീവായിട്ടുള്ള മെഡിസിൻ പലപ്പോഴും ഇപ്പോൾ ഓപ്ഷണലാണ്. എന്ന് വെച്ചാൽ ഒരു പേരൻ്റൽ ആങ്സൈറ്റി ഒക്കെ കൂടുതലാണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് ഓഫ് സീഷേഴ്സ് വന്നിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ കൂടുതലായിട്ടും ഈ പ്രിവെൻറ്റീവ് മെഡിസിൻസ് യൂസ് ചെയ്യാറുള്ളൂ. അതിൻ്റെ കാരണം പലപ്പോഴും നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പലപ്പോഴും ഈ പനി ഒരുപാട് കൂടിക്കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പാരസെറ്റമോൾ കൊടുത്തിട്ട് പനി കുറയുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജിലായിരിക്കും ഈ പ്രിവെൻറ്റീവായിട്ടുള്ള ക്ലോബാസാം കൊടുക്കുന്നത്. പക്ഷേ പലപ്പോഴും ഈ ഫെബ്രൽ സീഷർ ഉണ്ടാകുന്നത് ഈ ടെമ്പറേച്ചറിന് റാപ്പിഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോഴാണ്, അല്ലാതെ ഒത്തിരി കൂടി കഴിഞ്ഞിട്ടല്ല. അത് നമുക്ക് പലപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് 6 വയസ്സ് വരെ കുഞ്ഞിന് വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ഉണ്ടായാലും നമ്മൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഇത് 1-2 മിനിറ്റ് കൊണ്ട് മാറും. പിന്നെ റെക്കറൻ്റായിട്ട് ഉണ്ടാകുന്നവർക്ക് നമുക്ക് എന്തെങ്കിലും ടെസ്റ്റുകളോ, പലപ്പോഴും ഒരു കുഞ്ഞിൻ്റെ ലൈഫ് ടൈമിൽ നോക്കിയാൽ 1 എപ്പിസോഡോ അല്ലെങ്കിൽ 2 എപ്പിസോഡോ ഒക്കെ ഉണ്ടാവുള്ളൂ. ഈ 2ാമത്തെ എപ്പിസോഡ് നമുക്ക് പലപ്പോഴും ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനോ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ പലപ്പോഴും ഒരു പേരൻ്റൽ ആങ്സൈറ്റി ഒക്കെ കൂടുതലായതുകൊണ്ട് നമ്മളിതിന് പ്രിവെൻറ്റീവായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഫെബ്രൽ സീഷർ അപ്പം എങ്ങനെയൊക്കെ സീഷർ പ്രസൻറ്റ് ചെയ്യാം? ചില ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്ലാങ്ക് സ്റ്റേഴ്സ് ആയിരിക്കാം, കുട്ടി കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കാം, അൺറെസ്പോൺസീവ് ആയിട്ടിരിക്കാം. പിന്നെ നമ്മളെപ്പോഴും ഈ വെട്ടുന്നത് മാത്രമല്ല സീഷേഴ്സ്, അല്ലേ? നമ്മൾ ഒരു റെസ്പോൺസ് ഇല്ലാതിരിക്കുന്ന തരത്തിലും സീഷേഴ്സ് വരാം. അല്ലെങ്കിൽ സ്റ്റിഫനിങ് ഓഫ് ബോഡി മാത്രമാകാം, റാപ്പിഡ് ഐ ബ്ലിങ്കിങ് വരാം, റിതമിക് മൂവ്മെൻറ്റ്സ് വരാം, റിപ്പീറ്റഡ് ട്വിച്ചിങ് ഓഫ് ഫേസ് വരാം, പിന്നെ സഡൻ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് വന്നിപ്പം നമ്മൾ സിങ്കോപ്പ് എന്നൊക്കെ പറയുന്നതിനെ പലപ്പോഴും സീഷറുമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ പെട്ടെന്ന് തലകറങ്ങി വീഴുന്നത് നമ്മൾ തലകറക്കം എന്നൊക്കെ പറയുന്നെങ്കിലും അങ്ങനെയുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ അതിനെ ഒരു മെഡിക്കൽ ഇവാലുവേഷൻ ചെയ്യണം. ഒരു കാരണമില്ലാതെ നമ്മൾ വാസോവാഗൽ സിങ്കോപ്പ് എന്നൊക്കെ പറയും. നമ്മൾ അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ തലയിറങ്ങി വീഴാറുണ്ട്. അപ്പോൾ അത് ചിലപ്പം അത് സിങ്കോപ്പ് എന്ന് വിചാരിക്കുമെങ്കിലും അതിൻ്റെ ഒരു ക്ലോസ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് സീഷർ തന്നെയാണ്, അല്ലെങ്കിൽ കൺവൽഷനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിയെ നമ്മൾ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളൊരു പോയിൻറ്റ്. പിന്നെ ഇതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ട് പലപ്പോഴും നമുക്ക് ഈ സിങ്കോപ്പാണോ, ഞാനിപ്പോൾ ഈ പറഞ്ഞ സിങ്കോപ്പാണോ സീഷറാണോ എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും സീഷറിന് ഒരു പോസ്റ്റ് ഇക്ടൽ പീരീഡ് എന്ന് പറയും. അതായത് സീഷർ കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡ് സെൻസോറിയം നമ്മൾ കുറച്ചൊരു ഡ്രൗസി ആയിരിക്കും. അപ്പോൾ ഫെബ്രൽ സീഷർ വരുന്ന ഒരു കുട്ടിയെ നമ്മൾ നോക്കിയാലും അതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 hour കുറ്റി കുറച്ച് ഡ്രൗസി ആയിരിക്കും. നോർമൽ ഒരു സെൻസോറിയം ആയിരിക്കത്തില്ല. പക്ഷേ ഒരു സിങ്കോപ്പാണ്, വെറുതെ ഒരു തലകറക്കമാണെങ്കിൽ നമ്മൾ അപ്പോഴേ കംപ്ലീറ്റ്ലി നോർമലാവും, ഒരു പ്രശ്നമില്ല, ബാക്ക് ടു 100% നോർമൽ ഉടനെ ആവും. പക്ഷേ സീഷർ ആണെങ്കിൽ അത്ര പെട്ടെന്ന് നോർമൽ ആവത്തില്ല. പിന്നെ ഈ ഡ്രൂളിങ് ഓഫ് സലൈവ, ലോസ് ഓഫ് ബവൽ ആൻഡ് ബ്ലാഡർ കൺട്രോൾ വരാം ഈ സീഷർ ഉണ്ടാകുന്ന സമയത്ത്. പിന്നെ അപ്പോൾ കോസസിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫെബ്രൽ സീഷർ അല്ലാതെ മറ്റ് എപ്പിലെപ്സി സിൻഡ്രോംസ് ഒരുപാടുണ്ട്. അപ്പം അതിനകത്ത് നമ്മളെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? പനി ഇല്ലാതെ ഒരു സീഷർ വരികയാണെങ്കിൽ നമ്മളതിന് ഫസ്റ്റ് എപ്പിസോഡാണെങ്കിലും അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഈ പനിയുടെ കൂടെ വന്ന ഫെബ്രൽ സീഷറാണ് നമ്മൾ പറഞ്ഞ 6 വയസ്സ് വരെ വരാം, കുഴപ്പമില്ല, മാറുമെന്നൊക്കെ. പക്ഷെ പനി ഇല്ലാതെയാണ് ഒരു എപ്പിസോഡ് ഓഫ് ഇങ്ങനെ ഏതെങ്കിലും ഒരു സിൻഡ്രോം അല്ലെങ്കിൽ സിംറ്റംസ് ഉണ്ടായെങ്കിൽ നമ്മൾ ഒരു എപ്പിസോഡാണെങ്കിൽ പോലും ആ കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യണം, EEG എടുക്കണം. ബാക്കിയുള്ള പ്രിവെൻറ്റീവ് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ചിലപ്പം ഈ ഇൻഫെക്ഷൻസ്, മെനിഞ്ചൈറ്റിസ് ഒക്കെ ആണെങ്കിലും സീഷർ വരാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കണം. പിന്നെ ഫീവർ, സ്ലീപ്പ് ഡിപ്രൈവേഷനും അതൊക്കെ ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറാണ്. പിന്നെ ഇപ്പം നമുക്കത് ശരിക്കും നമ്മുടെ ഒരു ഗവൺമെൻറ് സെറ്റപ്പിൽ അഡ്വൈസ് ചെയ്യാവുന്ന ഒരു ലെവലിലായിട്ടില്ലെങ്കിലും നമുക്കിപ്പം ഈ സീഷർ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നേസൽ സ്പ്രേ മെഡിസിൻസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. കുറച്ച് പേരെങ്കിലും അത് പ്രൈവറ്റ് സെക്ടറിലൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. മിഡാസോളം നമ്മുടെ മരുന്ന് ഇപ്പം നേസൽ സ്പ്രേ ആണ്. ഇപ്പോൾ ശരിക്കും നമ്മുടെ കാഷ്വാലിറ്റിയിലൊക്കെ അത് വാങ്ങിച്ച് വെച്ചാൽ ഇപ്പം ഒരു ക്യാനില കിട്ടുന്നില്ലെങ്കിൽ പോലും നമുക്ക് നേസൽ സ്പ്രേ മിഡാസോളം അടിച്ചു കൊടുക്കാം, സീഷർ കൺട്രോൾഡ് ആവുന്നില്ലെങ്കിൽ. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 99% അല്ലെങ്കിൽ ഒരു 95% ഓഫ് സീഷേഴ്സും ഒരു 2 to 3 മിനിറ്റ്സിൽ
തന്നെ കൺട്രോൾഡ് ആവും. അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് നമ്മൾ മെഡിക്കേഷനിലോട്ട് പോകുന്നത്. അതിന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മിഡാസോളാം നേസൽ സ്പ്രേ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് മുമ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കൺവൾഷൻ വരികയാണെങ്കിൽ നമ്മൾ ഫ്രൈറ്റൻഡ് ആവരുത്. കുട്ടിയെ ലാറ്ററൽ പൊസിഷനിൽ കിടത്തുക, ഈ ക്ലോത്ത്സ് അറൗണ്ട് നെക്കെല്ലാം ലൂസൻ ചെയ്യുക, പിന്നെ ഷാർപ്പ് ഓബ്ജക്ട്സ് എല്ലാം മാറ്റുക അവിടുന്ന്. അപ്പം പലപ്പോഴും ഇത് വീണ് തല പൊട്ടാൻ അങ്ങനെയുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. പിന്നെ സീഷർ വന്നുകൊണ്ടിരിക്കുമ്പം അതിനെ ഫീഡ് ചെയ്യാൻ നോക്കരുത്. അത് നിങ്ങളാരും ചെയ്യത്തില്ല, പക്ഷെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സീഷർ വന്നുകൊണ്ടിരിക്കുമ്പം പനിയുടെ മരുന്നെടുത്ത് വായി കൂടെ കൊടുക്കും. എന്ത് പറ്റും? ആസ്പിറേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ സീഷർ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ IV മെഡിക്കേഷനോ അല്ലെങ്കിൽ ബക്കൽ മെഡിക്കേഷനോ ഉണ്ട്, റെക്ടൽ ഡയസിപ്പാം കൊടുക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ നേസൽ, വേറെ ഒരുപാട് റൂട്ട്സ് ഓഫ് മെഡിക്കേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. സമയം കഴിയാറായോ? ഓക്കെ. അടുത്ത നമ്മുടെ ടോപ്പിക്ക് വളരെ പെട്ടെന്ന് നമുക്ക് തീർക്കാം. അടുത്ത ഗോയിറ്ററാണ്. ഗോയിറ്റർ എന്നുള്ള വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എൻലാർജ്മെൻറ്റ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് എന്നുള്ളതേ ഉള്ളൂ ഗോയിറ്റർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അത് പല കാരണങ്ങൾ, ഒരുപാട് കാരണം കൊണ്ട് തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ്മെൻറ്റ് വരാം. അപ്പോൾ നമുക്ക് ഈ ഒരു അഡോളസെൻ്റ് ഏജിലൊക്കെ പലപ്പോഴും ഒരു ഫിസിയോളജിക്കൽ ഗ്രോത്ത് ഓഫ് തൈറോയിഡ് വന്നിട്ടൊരു ഫിസിയോളജിക്കൽ ഗോയിറ്റർ വരാം. അപ്പം ഗോയിറ്റർ എന്ന് പറയുന്നത് ഗ്ലാൻഡ് എൻലാർജ്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നോക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഹോർമോണിന് എങ്ങനെ വേണമെങ്കിലും വ്യത്യാസം വരാം. അത് ഹൈപ്പോ തൈറോയിഡ് ആയിരിക്കാം, ഹോർമോൺ കുറവായിരിക്കുന്ന ഗോയിറ്ററുണ്ട്. ഹൈപ്പർ തൈറോയിഡ്, അതായത് ഹോർമോൺ കൂടുതൽ സെക്രേറ്റ് ചെയ്യുന്ന ഗോയിറ്ററുണ്ട്. തൈറോയിഡ്, അതായത് ഹോർമോൺ ലെവൽ നോർമലായിരിക്കും, പക്ഷേ തൈറോയിഡ് സ്വെല്ലിങ് കാണും. അപ്പോൾ ഈ 3 രീതിയിലും നമുക്ക് ഗോയിറ്റർ അല്ലെങ്കിൽ തൈറോയിഡ് സ്വെല്ലിങ് വരാം. അപ്പം നമ്മൾ സ്വെല്ലിങ് ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തേത്, അല്ലേ? അപ്പോൾ സ്വെല്ലിങ് ഉണ്ട് അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് WHO ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വിസിബിൾ അല്ലെങ്കിൽ നമുക്ക് തൈറോയിഡ് പാൽപേറ്റ് ചെയ്ത് നോക്കി കണ്ടുപിടിക്കുന്ന ഒരു തൈറോയിഡ് ആണെങ്കിൽ അതിന് ഗ്രേഡ് 1 എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരാൾ സംശയത്തോടെ നമ്മളെടുത്ത് വിടുന്നു, അപ്പോൾ നമ്മൾ നോക്കി എക്സാമിൻ ചെയ്ത് നോക്കിയിട്ട് ഗോയിറ്റർ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഗ്രേഡ് 0, നോ പാൽപ്പബിൾ ഓർ വിസിബിൾ ഗോയിറ്റർ. അതായത് പിന്നെ ഗ്രേഡ് 1 എന്ന് പറഞ്ഞാൽ പാൽപ്പബിൾ ആണ്. ഗ്രേഡ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർലി വിസിബിൾ ആയിട്ടുള്ള ഒരു ഗോയിറ്ററിന് ഗ്രേഡ് 2 ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ പിന്നീട് നോക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ അത് ടോക്സിക് ആണ്. ടോക്സിക് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡ്, കൂടുതൽ ഹോർമോൺ സെക്രേറ്റ് ചെയ്യുന്ന ഗോയിറ്റർ ആണോ, അതൊരു നോഡുലാർ ഗോയിറ്റർ ആണോ, അത് ഒരുപാട് സൈസ് വലുതാണെങ്കിൽ എന്താ പറ്റുന്നത്, ഈ സ്വെല്ലിങ് തന്നെ നമ്മുടെ ഇവിടെയുള്ള തൊറാസിക് സ്ട്രക്ചേഴ്സിനെയൊക്കെ കംപ്രസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ചിലപ്പോൾ ഈ കുട്ടിക്ക് കാണാം വലിയ. അപ്പോൾ അത്രയും ഒരു ലേറ്റ് ആവുന്നവരെ ഒരു കുട്ടിയുടെ തൈറോയിഡ് സ്വെല്ലിങ് മിസ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. എങ്കിൽ പോലും നമ്മുടെ അകത്തോട്ടുള്ള ഗ്രോത്ത് ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതിന് ലോക്കൽ കംപ്രസീവ് സിംറ്റംസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ റെയറായിട്ട് അത് ബിനൈൻ ആവാം, പിന്നെ മാലിഗ്നൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ സൈഡിൽ നമുക്കത് FNAC ഒക്കെ ചെയ്താലേ അറിയാൻ പറ്റൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിഫ്യൂസ് ഗോയിറ്റർ ആവാം, മൾട്ടി നോഡുലാർ ആവാം, അല്ലെങ്കിൽ സോളിറ്ററി നോഡ്യൂൾ ഗോയിറ്ററും ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഒരു ഡിഫ്യൂസ് സ്വെല്ലിംഗ് ആയിരിക്കും. അത് നമ്മൾ പാൽപ്പേറ്റ് ചെയ്ത് നോക്കിയാലും അതിനുശേഷം നമ്മളൊരു അൾട്രാസൗണ്ട് തൈറോയിഡ് വിട്ട് നോക്കിയാലും അതിനകത്ത് നോഡ്യൂൾസോ സാധനങ്ങളൊന്നും കാണത്തില്ല. അതിൻ്റെ ഏറ്റവും കൂടുതൽ കാരണം അയഡിൻ ഡെഫിഷ്യൻസിയാണ്. അയഡിൻ ഡെഫിഷ്യൻസി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എങ്ങനെയാണ് തൈറോയിഡ് വലുതാവുന്നത്? അപ്പം അയഡിൻ ഡെഫിഷ്യൻസി വരുമ്പം പ്രോപ്പറായിട്ട് തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അല്ലേ? അപ്പോൾ തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്ത് പറ്റും? വേറൊരു സാധനം കൂടും. എന്താണ്? നമ്മുടെ ബ്രെയിനിൽ നിന്നൊരു സാധനം വരുന്നുണ്ട്, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, TSH കൂടും. അപ്പം അയഡിൻ കുറവായതുകൊണ്ട് തൈറോയിഡ് ഗ്ലാൻഡിന് പ്രോപ്പറായിട്ട് ഹോർമോൺ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഹോർമോൺ കുറവായതുകൊണ്ട് ബ്രെയിൻ അത് ഡിറ്റക്ട് ചെയ്തിട്ട് ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽ കൂടുതൽ കൊടുക്കുകയാണ്. അപ്പോൾ TSH കൂടും. അപ്പോൾ TSH കൂടുമ്പോൾ എന്ത് പറ്റും? TSH നമ്മുടെ തൈറോയിഡ് ഫോളിക്കിൾസിനെ എല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ എന്ത് പറ്റും? ഇതിൻ്റെ സൈസ് കൂടും. അപ്പോൾ അതാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. അപ്പം അതിനകത്ത് വേറെ കാരണങ്ങൾ സിമ്പിൾ ഗോയിറ്റർ വരാം, പിന്നെ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമ്മൾ ഒരുപാട് കടക്കുന്നില്ല. എങ്കിലും നമ്മൾ ഈ ഒരു ഗോയിറ്റർ ഉണ്ട്, അത് ഡിഫ്യൂസ് ഗോയിറ്റർ ആണോ, അതിനകത്ത് നോഡ്യൂൾസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. നോഡുലാർ ഗോയിറ്റർ ആണെങ്കിൽ നമുക്ക് കൊളോയിഡ് ഗോയിറ്റർ ആണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഫോളിക്കുലാർ അഡിനോമ, ഈ ഇതിനകത്ത് തൈറോയിഡ് മാലിഗ്നൻസിയുടെ ചാൻസ് യൂഷ്വലി പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിലൊക്കെ വളരെ കുറവാണ്, വളരെ റെയറായിട്ട് കാണാറുള്ളൂ. ഫോളിക്കുലാർ അഡിനോമോസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് സാധാരണഗതി ബിനൈൻ ട്യൂമേഴ്സ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫ്യൂസ് ഗോയിറ്റർ ആണ്. ഇമ്പേർഡ് സിന്തസിസ് ഓഫ് ഹോർമോൺ ഉണ്ടാകുമ്പോൾ കോമ്പൻസേറ്ററി റൈസ് ഓഫ് TSH ഉണ്ടാകും. അങ്ങനെ ഹൈപ്പർട്രോഫി ആൻഡ് ഹൈപ്പർപ്ലേസിയ ഓഫ് തൈറോയിഡ് ഫോളിക്കുലാർ സെൽസ് ഉണ്ടാകും. അപ്പോൾ യൂഷ്വലി ഇത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ഇതിനകത്ത് ഹൈപ്പർ തൈറോയിഡിസമോ ഹൈപ്പോ തൈറോയിഡിസമോ ഒന്നും ഉണ്ടാവണമെന്നില്ല.
തൈറോയ്ഡ് ഹോർമോൺ സ്റ്റാറ്റസ് യൂ തൈറോയ്ഡ് ആയിരിക്കും. യൂ തൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺ നോർമലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ സിംറ്റംസ് ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് രീതിയിലും വരാം. യൂ തൈറോയ്ഡ് ആണെങ്കിൽ ഹോർമോൺ റിലേറ്റഡ് സിംറ്റംസ് ഒന്നും കാണത്തില്ല, പക്ഷേ ഒരു ഗോയിറ്ററിനകത്ത് ഹൈപ്പോ തൈറോയിഡിസവും വരാം, ഹൈപ്പർ തൈറോയിഡിസവും വരാം. ഹൈപ്പോ തൈറോയിഡിസത്തിന് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്? അവിടെയാണ് നമ്മുടെ ഈ ഹൈറ്റ് മെഷർമെൻറ്റ്, ഗ്രോത്ത് ചാർട്ടിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യമാണോ? ഗ്രോത്ത് ചാർട്ടിങ്, ഗ്രോത്ത് മോണിറ്ററിംഗ് ഒക്കെ നോക്കാറുണ്ടോ? അപ്പോൾ അവിടെ നമ്മൾ ഗ്രോത്ത് നോക്കുമ്പം നോർമലി ഒരു സ്റ്റണ്ടിങ് ഒക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ അതിന് എന്ത് വിടണം? തൈറോയിഡ് സ്ക്രീനിങ് വിടണം. അറ്റ്ലീസ്റ്റ് TSH എങ്കിലും ചെയ്യണം. അതിൻ്റെ കൂടെ ഫറ്റീഗ്, കോൺസ്റ്റിപ്പേഷൻ. നമ്മൾ കോൺസ്റ്റിപ്പേഷൻ സാധാരണ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവം. പക്ഷേ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് മിക്കവാറും എല്ലാവരും തൈറോയിഡ് ചെക്ക് ചെയ്യാറുണ്ട്. അത് കോൺസ്റ്റിപ്പേഷനും തൈറോയിഡുമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് തോന്നുന്നത് നമുക്ക് തിരുവനന്തപുരത്തെങ്കിലും പാരൻസ് വളരെ അവെയറാണ്. പക്ഷേ അത് വളരെ റെയറായിട്ട് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ ഒരുപാട് വേറെ കാരണങ്ങളുണ്ട്. തൈറോയിഡ് ഹോർമോൺ കൊണ്ടുള്ള ഒരു കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഞാൻ ഇതുവരെ ശരിക്കും പറഞ്ഞ 1-2 കേസുകളെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഗ്രോത്ത് നമ്മൾ മോണിറ്റർ ചെയ്യുകയും അത് ഗ്രോത്ത് വെലോസിറ്റി കറക്റ്റായിട്ട് ഇല്ല, അല്ലെങ്കിൽ അവിടെ ഒരു ഫാൾട്ടറിങ് ഉണ്ടെങ്കിൽ ഈ തൈറോയിഡ് അസസ്മെൻറ്റ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ഒരു സിസ്റ്റത്തിനകത്ത് അത് പലപ്പോഴും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്തിട്ടത് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഹൈപ്പർ തൈറോയിഡിസം, ഹോർമോൺ കൂടുതൽ സെക്രേറ്റ് ചെയ്യുന്ന ഒരു ഗോയിറ്ററാണ്. അത് അവിടെ എന്തൊക്കെ വരാം? ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം ടക്കിഗാർഡിയ, പാൽപിറ്റേഷനൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് വരാം, ഡയറിയ, ഹീറ്റ് ഇൻടോളറൻസ് ഒക്കെ വരാം. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും തൈറോയിഡിനെ പറ്റി പറയാനുള്ളത്. അടുത്ത നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. നമ്മുടെ 1 മണിക്കൂറിനകത്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം സാംന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. എന്താണ്? അങ്ങനെയുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു കേരളത്തിൽ പിന്നെ എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുള്ളതുകൊണ്ട് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ WHO ഒരു ക്ലാസിഫിക്കേഷൻ, ബേസിക്കലി അത് വേസ്റ്റിംഗ് ആണ്. അപ്പം നമ്മൾ ചാർട്ട് ചെയ്ത് നോക്കുമ്പം അവൻ്റെ വേസ്റ്റിംഗ് എന്ന് പറയുന്നത് ലെസ് ദാൻ 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അല്ലെങ്കിൽ നമ്മുടെ മിഡ് അപ്പർ സർക്കംഫറൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 11. നോർമലി എത്രയാണ് വരുന്നത്? മിഡ് അപ്പർ സർക്കംഫറൻസ് എത്രയാണ് നോർമൽ? നിങ്ങൾ അതിൻ്റെ ടേപ്പ് വെച്ച് നോക്കാറുണ്ടോ? പിന്നെ അപ്പോൾ നോർമൽ അറിയത്തില്ലേ? 13 13.5 ആണ് നമ്മൾ നോർമലായിട്ട് വെക്കുന്നത്. ഇവിടെ നമ്മൾ 11.5 എന്നുള്ളൊരു കട്ട് ഓഫാണ് സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷന് വെക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ബൈലാറ്ററൽ എഡീമ, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഡെത്തിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നോർമലി സാമിൻ്റെ ഫീച്ചേഴ്സ് ഹെയർ ചേഞ്ചസ് വരാം, സ്കിൻ ചേഞ്ചസ് വരാം, മസിൽ വേസ്റ്റിംഗ് വരാം, അനീമിയ കാണാം, എഡീമ വരാം, സൈക്കോമോട്ടോർ ചേഞ്ചസ് വരാം, ഡീഹൈഡ്രേഷൻ, അതിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസിൻ്റെ എല്ലാത്തിൻ്റെയും ഫീച്ചേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് തന്നെ നമ്മൾ കോർഷിയോർക്കറും ഉണ്ട്, മരാസ്മസും ഉണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ഇതൊരു ഗ്രേഡ് 4 മരാസ്മിക് ചൈൽഡാണ്. ഇത് എന്താണ്? കോർഷിയോർക്കർ. അപ്പോൾ ഇതിനകത്ത് എഡീമ ഉള്ളതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ പറയുന്ന മസിൽ വേസ്റ്റിങ്ങും ഗ്രോത്ത് റിട്ടാർഡേഷനും ഒക്കെ കുറച്ചുകൂടെ ഹിഡൻ ആയിരിക്കും അല്ലേ? അപ്പോൾ നോർമലി ഈ മരാസ്മസും കോർഷിയോർക്കറും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കുമ്പം ലെസ് ദാൻ 1 ഇയറിലാണ് നമ്മൾ യൂഷ്വലി മരാസ്മസ് കാണുന്നത്. കോർഷിയോർക്കർ 1 to 3 ഇയർ ഓഫ് ഏജ് ഗ്രൂപ്പിലാണ്. നമ്മളിപ്പോൾ പടത്തിൽ കണ്ടതുപോലെ തന്നെ കോർഷിയോർക്കർ ആണെങ്കിൽ ഒരു ജനറലൈസ്ഡ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇൻ ലോവർ ലെഗിൽ എഡീമ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റിങ്ങും മസിൽ വേസ്റ്റിങ്ങും ഒക്കെ ഈ കോർഷിയോർക്കറിൽ ഉണ്ടെങ്കിൽ പോലും അത് എഡീമ ഉള്ളതുകൊണ്ട് നമുക്കത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതൊരു ഹിഡൻ എഡീമ ആയിരിക്കും. ഗ്രോത്ത് റിട്ടാർഡേഷൻ കാണും രണ്ടിലും. മെൻ്റൽ ചേഞ്ചസ് ഒരു ലേറ്റ് ഫീച്ചറാണ് മരാസ്മസിൽ. അതേപോലെ തന്നെ കോർഷിയോർക്കറിലോട്ട് വരുമ്പം കുട്ടി കൂടുതലും ഇറിറ്റബിളും എപ്പത്തറ്റിക്കും ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. മരാസ്മസിൽ അതുപോലെ ഗുഡ് അപ്പറ്റൈറ്റ് കാണും. കോർഷിയോർക്കറിൽ അപ്പറ്റൈറ്റ് യൂഷ്വലി കുറവായിരിക്കും. ഡയറിയ രണ്ടിലും കാണാൻ ചാൻസ് ഉണ്ട്. സ്കിൻ ഹെയർ ചേഞ്ചസ് പിന്നെ കൂടുതലും കോർഷിയോർക്കറിലാണ് കാണുന്നത്. നമ്മൾ ഫ്ലാക്കി പെയിൻ, ഡെർമറ്റോസിസ് ഓഫ് സ്കിൻ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ്. അപ്പം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്, നമ്മളിങ്ങനെ ഒരു കുട്ടിയെ കാണുകയാണെങ്കിൽ നമുക്കൊരു മെഡിക്കൽ കെയർ കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പോതെർമിയ എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസ് നമ്മൾ പെട്ടെന്ന് കണ്ടെത്തി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് നമ്മളൊക്കെ പലപ്പോഴും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഡെത്ത് ആവുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു മാൽന്യൂട്രീഷനാണ്, അത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത ആഴ്ച ഒന്ന് ട്രീറ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരു സിറ്റുവേഷൻ അല്ല സാം. സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അതിനകത്ത് ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് ഹൈപ്പോഗ്ലൈസീമിയയും, ഹൈപ്പോതെർമിയയും, ഹൈപ്പോകലീമിയയും, ഹൈപ്പോനട്രീമിയയും, ഡീഹൈഡ്രേഷനും ഷോക്കും ഒക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള ആൾക്കാർക്ക് ഷോക്ക് ട്രീറ്റ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് ഫ്ലൂയിഡ് കൊടുക്കാനൊന്നും ഇങ്ങനെയുള്ള കേസുകളിൽ പറ്റത്തില്ല. ഒന്നാമത് എഡീമാറ്റസ് ആയിരിക്കും, അവരുടെ ഫ്ലൂയിഡ് ഓവർലോഡ് കാണും. അപ്പോൾ ഫ്ലൂയിഡ് പെട്ടെന്ന് കൊടുത്താൽ തന്നെ ഈ കുട്ടികൾ ചിലപ്പോൾ ഡെത്തായി പോകും.
അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ് വളരെ ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് തന്നെ നമ്മൾ ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, താങ്ക് യു. കറക്റ്റ് 1 മണിക്കൂറായി തോന്നുന്നു.